Please like and subscribe. അപ്പം എല്ലാവർക്കും വീണ്ടും റാൻഡം റൈഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്ത് ഒരു 2 ദിവസം സ്റ്റേക്കേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. പുള്ളി കുട്ടിക്കാനത്ത് പണ്ടുണ്ടായിരുന്ന ഇപ്പോഴും ഉണ്ട്, ഏറ്റവും പഴയ റിസോർട്ട് ഉണ്ട്, ഡ്രീം ലാൻഡ് റിസോർട്ട് എന്നുണ്ട്. പുള്ളിയുടെയാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് റിസോർട്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേക്കേഷന് വന്നതാണ് 2 ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു ഡ്രീം ലാൻഡ് ഫില്ലായാലും പുള്ളിയുടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പുള്ളിയുടെ വീടുണ്ട്. അത് അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കാണുന്ന വീട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ. അപ്പോൾ ഇപ്പോൾ പുള്ളി അത് എന്താ പറയുക, ഒരു Airbnb സെറ്റപ്പിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ 2 ദിവസം താമസിക്കണേ. ഇതും നല്ല അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് ആ ഡ്രീം, ഈ വീട്ടിൽ അവരുടെ വീടാണിത്. ഇതിപ്പോൾ ഒരു Airbnb സെറ്റപ്പ് ആക്കിയെന്നുള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ വീട്. ഇതെവിടെയാണ് ഞങ്ങൾ 2 ദിവസം താമസിച്ചത്. ഇതാണ് അതിൽ വരുന്ന എൻട്രൻസ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ട് കാണിച്ചതാണ്. അടിപൊളിയല്ലേ? ചുറ്റും നല്ല മരങ്ങളും മലയും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സെറ്റപ്പാണിത്. സൂപ്പർ. ഞങ്ങളുടെ ഫ്രണ്ട് ജെറിയുടെ അവൻ്റെ ഈ റിസോർട്ടിൻ്റെ ഓണറുടെ അവൻ്റെ വണ്ടിയാണ് ഹൈനസ്. സ്റ്റെപ്പ് വണ്ടിയില്ല, പുള്ളി നല്ല ട്രിപ്പൊക്കെ പോകുന്ന ആളാണ്. ബാക്ക് ഒക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഒരു പഴയ ബൊളേറോ തോന്നുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി. ഇതാണ് എൻട്രൻസ്. നല്ല സൂപ്പർ ഒരു ആംബിയൻസ് അല്ലേ ഇവിടെയൊക്കെ. എങ്ങനെയുണ്ട്? കോട വന്നു തുടങ്ങിയില്ല, ചെറിയതായിട്ട് ഇങ്ങനെ കോട വരുന്നുണ്ട്. ഉച്ച നേരാന്ന് ആലോചിക്കണം. ഇവരിവിടെ പണ്ട് എന്തോ ഗ്രീൻ ഹൗസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട, ഇതാണ് അവരുടെ ഒറിജിനൽ ഡ്രീം ലാൻഡ്. കണ്ട, ഡ്രീം ആണ് അവരുടെ ശരിക്കുള്ള റിസോർട്ട്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോണേ. ഇതാണ് ഡ്രീം ലാൻഡ്. ഒരു വിൻറ്റേജ് ലുക്കുള്ള ഒരു റിസോർട്ടാണ്. ആദ്യത്തെ റിസോർട്ടുകളൊന്നായിരുന്നു വിൻറ്റേജ് ലുക്കുള്ള റിസോർട്ട്. കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് റിസോർട്ടിൻ്റെ ഇത് കാണിച്ചു തരാം. ഉൾഭാഗം, ഒരു റൂമിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. ഫുള്ള് കല്ലുകൊണ്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ ഒരു പഴയ സെറ്റപ്പാണ്, പക്ഷേ ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു സാധാ ഒരു താമസിക്കുന്ന കോട്ടേജ് പോലെ ഉണ്ട്. ഒരു ബെഡും സൗകര്യമൊക്കെ ആയിട്ട്. AC ഇല്ല താമസിക്കാൻ വേണ്ടി സ്ഥലം, കാരണം ഇവിടെ AC ആവശ്യമില്ല. ഇത് വേറൊരു കോട്ടേജാണ്. പിന്നെ അതിൻ്റെ കയറി വരുമ്പോൾ തന്നെ 2 റൂം കാണാം. റൂം ഇത് നല്ലൊരു സാധാ ഒരു ക്യൂൻ സൈസ് ബെഡ് റൂം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് റൂം വലിയൊരു കിൻ സൈസ് നല്ല വലിയ ബെഡാണ്. ബാത്റൂം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നീ വേണമെങ്കിൽ പറയാം. ചേട്ടാ, ഇതിനകത്ത് റേറ്റ് എങ്ങനെയാണ്? ഇതിന് കോട്ടേജിന് 4 രൂപ. പിന്നെ ഇതിൽ ചുരുങ്ങിയത് എനിക്ക് എത്ര പേർക്ക് താമസിക്കേണ്ടത്? ഇതിൽ ബെഡ് എക്സ്ട്രാ ഉണ്ട്. 4000 രൂപയാണ് 2 റൂമായിട്ട് കിട്ടുന്നത്. ഇത്രയും നല്ല കോട്ടേജിന് 4000 രൂപ എന്ന് പറഞ്ഞാൽ വളരെ റീസണബിളാണ്. എല്ലാവർക്കും ഇവിടേക്ക് കുട്ടിക്കാനം ഭാഗത്തേക്ക് വരുന്നുണ്ട്, താമസിക്കണം. എന്തെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് മറ്റൊരു യാർഡ് കൂടെ നമ്മളെ ഫാമിലിക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ പരിപാടികളൊക്കെ നടത്തി അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അവരുടെയൊക്കെ യാത്ര പറഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഡ്രീം ലാൻഡിനോട് ഇവിടെ പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് അടുത്ത പാഞ്ചാലിമേട് പിടിക്കാം. അവിടെയാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ നമുക്കിനി പാഞ്ചാലിമേട് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും ഉച്ച സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേ. ഉച്ച സമയത്തായിട്ട് ഇവിടുത്തെ കാലാവസ്ഥ നോക്കിയാൽ അടിപൊളിയല്ലേ? ഒരു വെയിലോ ഒന്നും നമുക്ക് ഇവിടെ താമസിക്കാൻ തോന്നുന്നില്ലേ? സ്ഥിരമായിട്ട് ഇതിവിടെ പണ്ടൊരു ചെറിയ കുളമൊക്കെ ഉണ്ടാക്കിയിരുന്നു, മീൻ വളർത്തൽ പരിപാടിയൊക്കെ ഉണ്ടാകുന്നു. എന്താ അവിടെ പുതിയ റിസോർട്ടുകൾ പണി നടക്കുന്നു. ആ റിസോർട്ടില്ലേ ഇപ്പോൾ ഈ പറഞ്ഞ ആ റിസോർട്ട്, അത് നിങ്ങളാരെങ്കിലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരു ഓസ്ട്രേലിയ എന്ന് വന്നിട്ടുള്ളൊരു പെണ്ണും ഒരു മലയാളി പയ്യനും അവർ കല്യാണം കഴിച്ചൊരു ഇടയ്ക്കൊരു വീഡിയോസ് വരാറുണ്ട്. അവരുടെ റിസോർട്ടാണ്, അവർ പണിയുന്ന റിസോർട്ടാണത്. നല്ല അടിപൊളി റിസോർട്ടാണത്.
അല്ലേ പണി കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് മന്താന്ന് തോന്നുന്നു അതിൻ്റെ ഉദ്ഘാടനം. ഇവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ട മലയൊക്കെ തുറന്ന് ഇടിച്ച് നിർത്തി കുറേ റിസോർട്ടുകൾ വരുന്നുണ്ട് ഇവിടെ. ആ മലയൊക്കെ നോക്കി അടിപൊളിയല്ലേ കാണാൻ. കുറച്ച് വൈകിട്ടായപ്പോൾ നല്ല മഴ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ വന്നിട്ട് കാണുന്നു. നല്ല അടിപൊളി മഴ ഉണ്ടാകും. അതായത് നിങ്ങൾ ബീച്ച് ബേസിൽ അങ്ങനത്തെ വീക്കെൻഡിൽ അങ്ങനെ വരരുത്, ബീച്ച് ബേസിൽ വരണം. അതായത് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക, ഇങ്ങനെ നോക്കിയിരിക്കുക, വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ചെയ്യുക, അങ്ങനത്തെ മൂഡിനൊക്കെ പറ്റിയ സ്ഥലം. അപ്പൊ നമ്മള് 2 ദിവസത്തെ സ്റ്റേ കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടുന്ന് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി അവിടെ ബിൽഡിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പോയി നോക്കണം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയോട്, ഈ ഒരു വീടിനോട്, 2 ദിവസം താമസിച്ച വീടിനോട് ഇവിടെ പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അഞ്ചാലിമടി ലക്ഷ്യം വെച്ച് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോണ വഴിക്കുള്ള കാഴ്ചകൾ. അടിപൊളി മലയും സൂപ്പർ ഇടുങ്ങിയ വഴികളും. എന്താ വ്യൂ അല്ലേ. കോടക്കണമെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഒരു വ്യൂ വീഡിയോയിൽ കിട്ടുന്നുണ്ടാവുന്ന എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളത് ഇവിടെ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ റെസ്റ്റോറൻ്റ് ആണ്. ഓപ്പൺ കിച്ചൺ എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത് നോക്കി നോക്കാം. അടിപൊളി ആംബിയൻസ് ഉണ്ട് ഇവിടെയൊക്കെ, നല്ല അടിപൊളി ആംബിയൻസ് ആണ്. നമ്മളിവിടെ വന്നിട്ട് ഓർഡർ ചെയ്തതൊരു പൊതിച്ചോറാണ്. പൊതിച്ചോറ് അത്ര വലിയൊരു സംഭവം പൊതിച്ചോറൊന്നുമല്ല. ഒരു മുട്ട വറുത്തത്, ഒരു 2 ചാള മത്തി വറുത്തത്, ഒരു ചെറുപയർ തോരൻ, പിന്നെന്താ ഒരു ചമ്മന്തി അറിയാം, കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു, തേങ്ങ ചമ്മന്തി, പിന്നെന്താ കുറച്ചൊരു ഉരുളൻകിഴങ്ങിൻ്റെ ഒരു ഉപ്പേരി. സാധാ പൊതിച്ചോറ്, ഭയങ്കര അടിപൊളി പൊതിച്ചോറ്. പക്ഷേ ഈ ഹോട്ടലിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഇതൊരു പപ്പടം, കുറേ ചോദിച്ചിട്ടാണ് പപ്പടം കിട്ടിയത്, എന്നാലും പപ്പടം. അപ്പം ഇതെല്ലാം കൂടി ഈ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ആ ഒരു സെറ്റപ്പാണല്ലോ. അപ്പം ഇതെല്ലാം കൂടി കുറച്ച് സാമ്പാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര പെട്ടെന്നൊന്നും സാമ്പാർ കിട്ടിയില്ല. അപ്പം അതുകൊണ്ടുള്ള പൊതിച്ചോറ് വെച്ചിട്ട് നല്ല വിശപ്പുള്ള കാരണം ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് കഴിച്ച് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഒരു ഏവറേജ് ടേസ്റ്റ്, പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാഞ്ചാലിമേട്ടിലേക്കുള്ള യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വഴി കണ്ട വളരെ ചെറിയ വഴികളാണ്. ഫുൾ ചുറ്റും ബാക്ക് സൈഡിൽ കൊക്ക, സൈഡിൽ മല, അങ്ങനത്തെ സാധാ ഹൈ റേഞ്ച് വഴികൾ തന്നെയാണ്. വളരെ പതുക്കെ പോകാൻ ശ്രമിക്കുക ഞങ്ങൾ വഴി കൂടെ. കാരണം പ്രത്യേകിച്ച് മഴയും കൂടി ഞങ്ങൾ പോകുമ്പോൾ മഴയും കൂടി പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം സ്പീഡിൽ ഡ്രൈവ് ചെയ്യാതെ ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുക. കാരണം 2 വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള വഴികളുണ്ടാവുള്ളൂ. ഈ റോട്ടിൽ കൂടെ ഒക്കെ ഉണ്ടല്ലോ അധികം വണ്ടികൾ ഉണ്ടാവില്ല. അത് ഇടുക്കി ജില്ലയിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട്. വളരെ കുറച്ച് വണ്ടികൾ ഉണ്ടാവുള്ളൂ. റിസോർട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അധികം വണ്ടികൾ കുറവായിരിക്കും. വീക്കെൻഡിൽ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവും, വീക്ക് ഡേയ്സിൽ കുറച്ച് കുറവായിരിക്കും. അപ്പം ഇങ്ങനെ നല്ലൊരു പാട്ടൊക്കെ ഇട്ട്, നല്ലൊരു അടിപൊളി പാട്ടൊക്കെ ഇട്ട് ഈ വഴി കൂടെ ഇങ്ങനെ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ടെന്നുള്ളൂ, പക്ഷെ വളരെ സ്ലോയിലാണ് പോകുന്നത്. എൻജോയ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. കണ്ട അടിപൊളി തേയില കാപ്പിത്തോട്ടം ഒക്കെ കണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് കോട വരണണ്ട. ഉച്ച സമയം 2 മണി സമയം ആലോചിക്കണ കോട വരണണ്ട. അങ്ങനെ നമ്മളങ്ങനെ കുറച്ച് സ്റ്റോപ്പ് എടുത്തു. അവിടുന്ന് വീണ്ടും ഇങ്ങനെ മെല്ലെ യാത്ര ആരംഭിച്ചു. ടൗൺ ഏരിയയിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെല്ലെ വലിയ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ധൃതിയില്ലാത്ത അങ്ങനെ മെല്ലെ ഡ്രൈവ് ചെയ്ത് സ്ലോ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള യാത്രകളിൽ നമുക്ക് എന്താ പറയുക, അധികം ആൾക്കാരൊന്നും വേണമെന്നില്ല. ഉള്ള ആൾക്കാർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവുന്നതും, അതുപോലെ അപ്പുറത്തുള്ള ആൾ പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടും മനസ്സിലാക്കാനും പറ്റുന്ന അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലേ. അതിനിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഒരു
ഗേൾ ഫ്രണ്ട് കമ്പാനിയനോ അല്ല വൈഫ് കമ്പാനിയനോ വേണമെന്നൊന്നുമില്ല. അത് നമുക്ക് അതേ വേവ് ലെങ്ത്തുള്ള നമ്മളെ പോലെ ചിന്തിക്കുന്ന ആരായാലും മതി. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഇതുപോലുള്ളൊരു മഴയൊക്കെയുള്ള വഴിയിലൂടെ മറ്റേ വെട്ടത്തിലൊരു പാട്ടൊക്കെ മഴത്തുള്ളികൾ നനഞ്ഞ് അങ്ങനെ പാട്ട് എനിക്ക് പാടാറിയില്ല, അതുകൊണ്ട് ഞാൻ പാടിക്കൊളാക്കുന്നില്ല. ആ പാട്ടൊക്കെ ഇട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ പാട്ടൊക്കെ ഇട്ട് ഇതുപോലുള്ള വഴിയിലൂടെ ഞാൻ നല്ല നൈസായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു ഫീല് അടിപൊളിയല്ലേ. കാഴ്ചകളൊക്കെ കണ്ട് പല ആൾക്കാരെയും പലതും കുറ്റം പറഞ്ഞ് പഴയ കുറച്ച് കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചെടുത്ത് എന്താ പറയുക, ഒരു ഹാപ്പി വൈബ്. അത് അടിപൊളിയല്ലേ ഈ യാത്ര. അത് ഇങ്ങനത്തെ ഒരു അധികം തിരക്കില്ലാത്ത ഇങ്ങനത്തെ ഓഫ് ബീറ്റ് സ്ഥലങ്ങളിലൂടെ പോകണം. അല്ലാതെ മൂന്നാർ അങ്ങനെ എല്ലാ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഒരു മാരുതി 800 ഞാൻ എവിടെയൊക്കെ ഇടുക്കിയിൽ കുറേ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. എവിടെ പോയാലും ഇങ്ങനത്തെ ഹൈ റേഞ്ച് ഏരിയകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് മാരുതി 800 ഓൾട്ടോ. ഇപ്പം നോർത്തിൽ പോയാലൊക്കെ അവിടെയും കേട്ടിട്ടുണ്ട് കൂടുതൽ ഇങ്ങനത്തെ വണ്ടികളായിരിക്കുന്നു. അങ്ങനെ ഈ വഴി കണ്ടില്ലേ എത്രത്തോളം ചെറിയ ഷ്രിങ്ക് ആയിട്ടുള്ള വഴിയാന്ന് കണ്ടില്ലേ. ഇവിടെ വേറെ വണ്ടിയൊന്നും പോകില്ല, ഓഫ് റോഡ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, വണ്ടിക്ക് പോകാൻ സ്ഥലം വേണ്ടേ. അത്രയും എന്താ പറയുക ഫുൾ പച്ചപ്പ്. അതായത് ഞങ്ങൾ പോയുള്ള സമയം ഏപ്രിലാണെന്ന് ആലോചിക്കണം. ഏപ്രിൽ സമയത്ത് വരെ എന്താ പച്ചപ്പ് ഈ സ്ഥലത്ത്. ഫൈനലി നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടാ. ഇത് ഇടുക്കി പാഞ്ചാലിമേട്, ആ കാണുന്ന ഇവിടെ കാണുന്നതാണ് പാഞ്ചാലിമേട് എന്ന ഏരിയ. ഇവിടെ ഇപ്പോൾ ബിൽഡിങ്ങുകളൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്ഥലം മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി കൺസ്ട്രക്ഷനൊക്കെ ചെയ്യണം. സ്ഥലം ഇത് അപ്പോൾ ഞാനിതിൻ്റെ ഈ പ്രോപ്പർട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലുക്ക് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടിയിലായിട്ട് കുറച്ച് പണിയാണ്. വെള്ളച്ചാട്ടം കണ്ട, അടിപൊളി വെള്ളച്ചാട്ടം, മല, നല്ലൊരു കാടിൻ്റെ ആംബിയൻസ് ഇല്ലേ. കാടിൻ്റെ ആംബിയൻസ് നല്ല അടിപൊളി. ഇവിടെ ഒരു ചെറിയ റിസോർട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി മൂഡായിരിക്കും അല്ലേ. എന്താ തോന്നണേ കണ്ടു കഴിഞ്ഞാൽ? ഒരു പ്രൈവറ്റ് റിസോർട്ട് വിത്ത് പൂളൊക്കെ ആയി കഴിഞ്ഞാൽ, വിത്ത് നാച്ചുറൽ പൂൾ സ്ട്രീമൊക്കെ അടിപൊളിയായിരിക്കില്ലേ. ഇതൊന്നും ആയിട്ടില്ല, നമ്മൾ ജസ്റ്റ് സ്ഥലം മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി ഇനി എല്ലാതും കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം. എന്തായാലും കൊള്ളാം, നല്ല ആംബിയൻസ് ആണ്. ഇവിടെ അങ്ങനെ അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല, അപ്പോൾ നമുക്ക് സ്റ്റേക്കേഷനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുക, വർക്ക് ചെയ്യുക, ആ ഒരു മൂഡില്ലേ. ആള് ശല്യപ്പെടുത്തുക. ആ കൂടി സൗണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഉണ്ടാവില്ല, ഈ വെള്ളച്ചാട്ടം ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. ഇതുണ്ടാവും, വെള്ളം കുറവായിരിക്കും. ഇപ്പം 2 ദിവസം മഴ പെയ്ത കാരണം വെള്ളമുണ്ട്. അടിപൊളി തണുത്ത വെള്ളമായിരിക്കും. മലയുടെ മുകളിൽ നേരിട്ട് വരുന്ന വെള്ളമായി വരണേ, അടിപൊളി വെള്ളമായിരിക്കും. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ വരുന്നൊരു വെള്ളച്ചാട്ടം ഉണ്ടാ. ഒരു ചെറിയൊരു സ്ട്രീം, ചെറുതല്ല ശരിക്കും മഴക്കാലത്ത് നല്ല അടിപൊളി വെള്ളം ഉണ്ടാവും ഇതിൽ. ഇതിപ്പോൾ നമ്മൾ ഇത് മെയ് അല്ലേ, വെള്ളം ആയി വരുന്നുള്ളൂ. അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. മഴ പെയ്യാണ്ട് ഇത്ര നാളെ വറ്റിക്കെടുക്കാൻ വന്ന് ഈ 2 ദിവസമായിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അതിന്റെ ഇതായിട്ടാണ് ഇതായുള്ളത്. ഇതല്ല ഇതിന്റെ അതിർത്തി, ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് സ്ഥലം. അവിടേക്ക് എങ്ങനെ പോവാ? ഈ വഴിക്ക് ഇറങ്ങാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ പുതിയ അപ്ഡേറ്റ് നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ അതിന്റെ അപ്ഡേറ്റ് തരാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും പറ്റുകയാണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.